Welcome to the study of idioms and phrases. ഇവിടെ നമ്മൾ idioms എന്നും phrases എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ തന്നെയാണ്. ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ മീനിങ്ങിൽ നിന്നും ഈ idioms and phrasesന്റെ മീനിങ്സ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ idioms പഠിച്ചു വെച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് പഠിച്ചു വെക്കാം. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും idioms and phrases ഉണ്ടാവും. അപ്പോൾ അത് പഠിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ മീനിങ് വെച്ച് അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആനിമൽ എക്സ്പ്രഷൻസ് ആണ്. അതായത് ആനിമൽസിന്റെ പേര് വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ്. there are thousands of idioms and phrases. അതിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വഴി നല്ലതാണെന്ന് തോന്നി. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അതായത് റെയിനിങ് ഹെവിലി, നല്ല മഴ അല്ലെങ്കിൽ തോരാത്ത മഴ, ഭയങ്കര മഴ പെയ്യുന്നതാണ് നമ്മൾ ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രൈഡ് ഓഫ് പ്ലേസ്, അതായത് പ്രോമിനന്റ് ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ്, ഒരു പ്രധാന സ്ഥാനം. ഫോർ എക്സാമ്പിൾ, ഹാംലെറ്റ് enjoys pride of place among Shakespeare's plays. അതായത് ഷേക്സ്പിയർ 37 പ്ലേസ് ഡ്രാമ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മളെല്ലാം പറയുന്നത് ഹാംലെറ്റിനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഹാംലെറ്റ് എൻജോയ്സ് പ്രൈഡ് ഓഫ് പ്ലേസ് അമംഗ് ഷേക്സ്പിയേഴ്സ് പ്ലേസ്. ഓക്കെ, പ്രധാന സ്ഥാനം, പ്രൈഡ് ഓഫ് പ്ലേസ്, പ്രധാന സ്ഥാനം. Now next is swan song, അതായത് ലാസ്റ്റ് തിങ് പ്രൊഡ്യൂസ് ഫോർ പബ്ലിക് അല്ലെങ്കിൽ ലാസ്റ്റ് പെർഫോമൻസ് ഓർ ഫൈനൽ വർക്ക്, അവസാനത്തെ പെർഫോമൻസിനെയൊക്കെ നമ്മൾ സ്വാൻ സോങ് എന്ന് പറയും. ഷേക്സ്പിയറിന്റെ കാര്യം തന്നെ കൊണ്ടുവന്നാൽ ദ ടെംപെസ്റ്റ് ഇസ് ട്രഡീഷണലി കൺസിഡേർഡ് ഷേക്സ്പിയേഴ്സ് സ്വാൻ സോങ്, അതായത് ഏറ്റവും ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത പെർഫോം ചെയ്യപ്പെട്ട വർക്ക്, പബ്ലിക്കിന് വേണ്ടി പെർഫോം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു വർക്ക് ദ ടെംപെസ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഇസ് സ്വാൻ സോങ്? ലാസ്റ്റ് തിങ് പ്രൊഡ്യൂസ് ഫോർ പബ്ലിക് ഓർ ലാസ്റ്റ് പെർഫോമൻസ് ഓർ ഫൈനൽ വർക്ക് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഇസ് a bee in his bonnet. That means talk and think more about something. ഒന്നിനെ പറ്റി കൂടുതൽ ചിന്തിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ ഇപ്പം ക്ലാറ്റോ ക്ലിയോ അല്ലെങ്കിൽ സിവിൽ സർവീസോ UPSCയോ PSCയോ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയും തിങ്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഒബ്സഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എ ബി ഇൻ ഹിസ് ബോണറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്, വെരി നെർവസ്, ഭയങ്കര അങ്കലാപ്പായിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര വപ്രാളപ്പെട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്, വെരി നെർവസ്. നെക്സ്റ്റ് ഇസ് സ്നെയിൽസ് പേസ്. സ്നെയിൽ അറിയാമല്ലോ, അതിൻ്റെ സ്പീഡ് അറിയാമല്ലോ, അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഇസ് വെരി സ്ലോ. Okay, snail's pace means very slow. A dog eat dog situation. Survival of the fittest അല്ലെങ്കിൽ fierce competition, ഭയങ്കര കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനെ a dog eat dog situation എന്ന് പറയും. സർവൈവൽ ഓഫ് ദ സിറ്റുവേഷൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുമല്ലോ, അത്തരം സിറ്റുവേഷൻസിനെയാണ് a dog eat dog situation എന്ന് പറയുന്നത്. To lead a dog situation, that means life full of problems and unfair treatment. ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലൈഫിനെയാണ് ടു ലീഡ് എ ഡോഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു കീപ് ദ വുൾഫ് ഫ്രം ദ ഡോർ. ദാറ്റ് മീൻസ് ടു അവോയ്ഡ് ഹങ്കർ, വിശപ്പകറ്റുക, വിശപ്പിനെ അകറ്റി നിർത്തുക. അതിന് വിശപ്പകറ്റുന്നതാണ് നമ്മൾ ടു കീപ് ദ വുൾഫ് ഫ്രം ദ ഡോർ എന്ന് പറയുന്നത്, ടു അവോയ്ഡ് ഹങ്കർ.
Next is play ducks and drakes. Play ducks and drakes. Spend money carelessly. Some people are there. They will be spending money carelessly. ആദ്യം ശമ്പളം കിട്ടുമ്പം മാസത്തിന്റെ ആദ്യം ഭയങ്കര പൈസ കാണും. അപ്പോൾ കെയർലെസ് ആയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്ത് എല്ലാം ചെലവാക്കി കളയും. തേർഡ് വീക്ക് മന്തിന്റെ തേർഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ ഒരു പൈസ ഇല്ലാതെ ഇങ്ങനെ മിസ്മാനേജ്മെന്റ് ഓഫ് മണി. ഓക്കെ, അങ്ങനെ പൈസ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. അതാണ് സ്പെൻഡ് കെയർലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറയും. Now next is put the cart before the horse. Putting the cart before the horse എന്ന് പറഞ്ഞാൽ doing something in an incorrect way. Doing something in an incorrect way. ഏതെങ്കിലും wrong വേയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ put the cart before the horse or putting the cart before the horse എന്ന് പറയുന്നത്. തെറ്റായി ചെയ്യുന്നത്. Okay. Next is the cow comes home. No effect or cannot be convinced wouldn't solve anything. പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളെയാണ് the cow comes home എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കണം. നമ്മൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ചോദ്യമാണ്, കോഴിയാണോ കോഴിയുടെ മുട്ടയാണോ ആദ്യം വന്നതെന്ന്. അങ്ങനെ ഒരു ഡിബേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല, ഏതാണ് ആദ്യം വന്നതെന്നുള്ള. അങ്ങനത്തെ സിറ്റുവേഷനെയാണ് ദ കൗ കംസ് ഹോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അതായത് ഇംപ്രോബബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അസംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻസിനെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് flogging a dead horse. Flogging a dead horse. അതായത് ഒട്ടും പോസിബിലിറ്റി ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ എനർജിയും ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. വേസ്റ്റിംഗ് എനർജി, ടൈം or money on something which has little chance of success. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒട്ടുമില്ല, ചാൻസേ ഇല്ല. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ലിറ്റിലാണ്, ഒട്ടും ചാൻസ് ഇല്ല, വിജയിക്കുമെന്ന് ഒട്ടും ചാൻസ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ പ്രയത്നിക്കുന്നതിനെയാണ് ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു ഗോ ദ ഹോൾ ഹോഗ്. That means decide to do a job thoroughly and completely. ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് ടു ഗോ ദ ഹോൾ ഹോഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓൺ ദ ഹോൺസ് ഓഫ് ഡിലെമ. അതായത് ഭയങ്കര കൺഫ്യൂഷൻ. ടു ബി ഓർ നോട്ട് ടു ബി, അൺഎബിൾ ടു ചൂസ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ്സ് ഓർ ചോയ്സസ്. ഇത് വേണോ അത് വേണോ, ഓക്കെ, കൺഫ്യൂഷൻ, ഓൺ ദ ഹോൺസ് ഓഫ് ഡിലെമ. നെക്സ്റ്റ് ഇസ് ആഡിങ് അനദർ ഫെദർ ടു ഹിസ് ക്യാപ്പ്. മറ്റൊരു അച്ചീവ്മെന്റ്, ഓക്കെ, എ ന്യൂ അച്ചീവ്മെന്റ് ഓർ അഡ്വാൻറ്റേജ്, മറ്റൊരു അച്ചീവ്മെന്റ്, അതായത് നേട്ടം, ഓക്കെ, നേട്ടം, അതിനെയാണ് ആഡിങ് അനദർ ഫെദർ ടു ഹിസ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഗൂസ് ഇസ് കുക്ക്ഡ്. അതായത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുക. ഇപ്പൊ നമ്മൾ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർജുനൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കർണാടകയിൽ വെച്ച് ലോറിയിൽ വരുമായിരുന്നു. അപ്പൊ അവിടെ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്താണ്, ഒരു മല ഇടിഞ്ഞു വന്ന് അതിൻ്റെ അകത്തായിപ്പോയെന്ന് പറയുന്നു. ഇപ്പൊ 6, 7, 8 days ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടുകാർ തന്നെ എന്താണ് ന്യൂസിൽ പ്രതികരിച്ചത്? അവര് പറയണ ഓൾ ഹോപ്പ് ഇസ് ഗോൺ. ഒരു പ്രതീക്ഷ ഇല്ലാതായി പോകുന്നല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെയാണ് ഗൂസ് ഇസ് കുക്ക്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിനാണ്. ഒരു രഹസ്യം ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അത് എല്ലാവരുടെ കൂടെ പറയുന്നതിനാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ചില ആൾക്കാരുണ്ട്, നമ്മൾ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറയും. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ടു കട്ട് ദ ക്യാക്കിൾ. ടു കട്ട് ദ ക്യാക്കിൾ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ടോക്കിംഗ് ഇറെലവൻ്റിൽ. അതായത് നോൺസെൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അത് നിർത്തൽ ചെയ്യുക. ടു സ്റ്റോപ്പ് ടോക്കിംഗ് ഇറെലവൻ്റ്ലി, ടു സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ടേണിംഗ് ടെയിൽ, ടു ടേൺ അവേ ആൻഡ് റൺ അവേ, തിരിഞ്ഞോടുക, തിരിഞ്ഞു ഓടുക. ടേണിംഗ് ടെയിൽ. എവ്രി ഡോഗ് ഹാസ് എ ഡേ, ഇതിന്റെ മീനിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എവ്രി പേഴ്സൺ ഹാസ് എ സക്സസ്ഫുൾ മൊമെന്റ് ഇൻ ലൈഫ്. എവ്രി ഡോഗ് ഹാസ് എ ഡേ. As the crow flies, crow flies, crow usually flies in a direct path. Okay, that's how it came. As the crow flies means move in a direct path. A bull in a china shop, that a person who breaks things or makes mistakes often. Clumsy behavior. അവിടെ പോയാൽ അത് തള്ളിയിടുന്നു, ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്തത് തള്ളിയിടുന്നു, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ. ഇപ്പൊ ഐസ്ക്രീം പാർലറിൽ പോയാൽ അവർ തരുന്ന ഗ്ലാസ് തട്ടിയിടുന്നു, പിന്നെ വേറെ എവിടെയെങ്കിലും പോയാൽ ബുക്സ് തള്ളിയിടുന്നു, അങ്ങനത്തെ. A bull in a china shop. Count one's chicken before they are hatched. അതായത് make plan that depends on something good happening before you know it has actually happened. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ജാതകം എഴുതത്തില്ലല്ലോ, ആ ഒരു ഇതിനെയാണ് പറയുന്നത്. കൗണ്ട് വൺസ് ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ച കുഞ്ഞ് ജനിച്ചതിന് ശേഷം മതി പേരിടുന്നതും ജാതകം എഴുതുന്നതും എല്ലാം. കുഞ്ഞ് ജനിക്കുന്നത് വരെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ. Something the cat dragged in. That means look dirty and untidy. വൃത്തികേടായിട്ടിരിക്കുന്നതിനെയാണ്, വൃത്തിയില്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനെയാണ് something the cat dragged in. Okay. Make a beeline for. That means go directly. അതായത് എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരിക, അതിനെയൊക്കെ ഇങ്ങനെ പറയും make a beeline for. Okay. Horse sense. That means basic common sense. അതായത് എന്താ ഒരു സാമാന്യ വിവരം, അതിനെയാണ് ബേസിക് കോമൺ സെൻസ്, ഹോഴ്സ് സെൻസ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് പുൾ ദെയർ വെയിറ്റ്. പുൾ ദെയർ മീൻസ് വെയിറ്റ് മീൻസ് എല്ലാവരും കൂടെ ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനെയാണ് പുൾ ദെയർ വെയിറ്റ് എന്ന് പറയുന്നത്. എവ്രിബഡി ഷുഡ് വർക്ക് ആസ് ഹാർഡ് ആസ് എവ്രിബഡി എൽസ്. മറ്റുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യണം. ഷെഡ് ക്രോക്കഡൈൽ ടിയേഴ്സ്. മുതല കണ്ണീർ പൊഴിക്കുക, അതായത് ശരിക്കും സങ്കടമൊന്നുമില്ല, എന്നാലും കരഞ്ഞു കാണിക്കും. ഷെഡ് ഫാൾസ് ടിയേഴ്സ്, പ്രിറ്റൻഡ് ടു ബി സാഡ്. അതിനാണ് ഷെഡ് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബി എ ഡോഗ് ഇൻ ദ മേഞ്ചർ. ദാറ്റ് മീൻസ് എ പേഴ്സൺ സെൽഫ്ലെസ്ലി കീപ്പിംഗ് സംതിങ്. അതായത് പട്ടി പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഓക്കെ, ദാറ്റ് ഇസ് ബി എ ഡോഗ് ഇൻ ദ മേഞ്ചർ. ലയൺസ് ഷെയർ മീൻസ് മേജർ പാർട്ട്. ഓക്കെ, കൂടുതൽ ഭാഗവും. മങ്കി ബിസിനസ്, അതായത് മിസ്ചീവിയസ് ഓർ ഡിസൈഡ്ഫുൾ ബിഹേവിയർ, ഭയങ്കര വികൃതിയൊക്കെ കാണിക്കുന്നതിനാണ് മങ്കി ബിസിനസ്. ടേൺ തട്ടിൽ, ടേൺ അപ്സൈഡ് ഡൗൺ, മലക്കുമറിയ. ഓക്കെ, ടേൺ അപ്സൈഡ് down. Turn turtle means turn upside down. To smell a rat. To smell a rat എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഇങ്ങനെ പേടിക്കും. To have a feeling that something bad is going to happen. അതിനെയാണ് to smell a rat എന്ന് പറയുന്നത്. Thank you.